മാലമൗലിദുകൾ. സമൂഹത്തിൽ വേരുറച്ചു പോയ മറ്റൊന്നാണ്. മുജാഹിദീങ്ങൾ മദ്ഹിന് ഇഷ്ടമില്ലാത്തവരാണ്. ഈ മദ്ഹിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്യണത്, ഇതിനൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മൗലൂദ് ഓതാത്തത്, അതുകൊണ്ട് അത് ചൊല്ലാത്തത്, ഇത് ചൊല്ലാത്തത് എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലുമല്ല ഞങ്ങൾ മാലമൗലിദുകളെ എതിർക്കുന്നത്. മാലമൗലിദുകളെ എതിർക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പല കാരണങ്ങളുണ്ട്. ഞങ്ങളുടെ ആശയം ഞങ്ങൾ പറയണമല്ലോ. ഒന്നാമത്തെ കാരണം, പ്രതിഫലം ഉദ്ദേശിച്ച് ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യലാണ് മാലമൗലിദുകൾ ചൊല്ലുക എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജലാലിയ റാത്തീബിൻ്റെ, അതേപോലെ തന്നെ റിഫായ റാത്തീബ്. ആ റിഫായ റാത്തീബിൽ ഇന്നത് ഹാ ഹു വിശദീകരിക്കുന്നില്ല. ഹാ ഹു ഹി ഹയ്യു 111. ഈ ഹാ ഹു ഹി എവിടുന്ന? 111 എവിടുന്ന? നബി ഞങ്ങളെ പഠിപ്പിച്ചു ബിദ്അത്ത് നരകത്തിലേക്കാണ്, ഞങ്ങൾക്ക് സ്വർഗം വേണം, അതാണല്ലോ ലക്ഷ്യം എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇന്നുള്ള മാർഗം സ്വീകരിക്കാൻ പറ്റൂല, കാരണം തെറ്റായ മാർഗമാണ്. ഞങ്ങൾക്ക് വേണ്ടത് പ്രമാണത്തിൻ്റെ മാർഗമാണ്. അല്ലെങ്കിൽ ആയത്ത് അത് വെച്ച് പറയണം, ഹദീസ് വെച്ച് പറയണം. ഹാ ഹു ഹി ഹയ്യുൻ എന്ന ദിക്ർ ഉണ്ട് എന്ന് ഹദീസിൽ കാണണം. അത് 111 തവണ ചൊല്ലണം. പിന്നെ ഹു 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 യമൻ ഹു 111. പിന്നെ ഇല്ലാഹു 303, യാ ഹു 303, അല്ലാഹു 303, ഹു അല്ലാ 303, ഹാ ആഹ് 303, അല്ല അല്ല ഇല്ല ഇല്ല 303. ഇത് റിഫായ റാത്തീബ. ഇല്ലെങ്കിൽ നിങ്ങളില്ല എന്ന് പറയും. അല്ലെങ്കിൽ മുഹിബ്ദി റാത്തീബ് റിഫായ റാത്തീബൊക്കെ നോക്കിയാൽ ഇത് കാണാൻ. ഇങ്ങനെ രാത്രി ഇത് ചൊല്ലുക, അതിൻ്റെ പേരിൽ ആടും അറക്കുക, അതിന് വേണ്ടി മൊത്തം മഞ്ചന്മാർ നട്ടപാത്രക്ക് വെറുതെ ഉറക്കൊളിച്ചിരിക്കുക. ആമിലത്തുൻ നാസിബ എന്ന് പറഞ്ഞില്ലേ, പണിയെടുത്ത് ക്ഷീണിച്ച് വരുന്നു. അത് തന്നെയാണ് നബി ചെയ്യാത്ത കാര്യങ്ങൾ. അത് മൗലിദിലുണ്ട്, അത് ഈ പറഞ്ഞ ഹബ്ദാദിലുണ്ട്, അത് ജലാലിയത്തിൻ്റെ പുണ്യം പറഞ്ഞിടത്തുണ്ട്, റിഫായ റാത്തീബിലുണ്ട്, കുത്തുബി പലതിലുണ്ട്, കുത്തുബിയത്തിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കുത്തുബിയത്തിലുണ്ടല്ലോ പിന്നെ ആ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് മഅൽ ഫവാത്തിഹി ബിൽ ഇഖ്ലാസി വൽ ഖൽഅ എന്നൊക്കെ പറഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ബഅദ സ്വലാത്തി 12 മിൻ റക്അ മഅൽ ഫവാത്തിഹി വൽ ഇഖ്ലാസി ബിൽ ഖൽഅ. 12 റക്അത്ത് നിസ്കാരം ഇത് എവിടുന്ന് കിട്ടി? അപ്പോൾ അല്ലാഹു റസൂലും പഠിപ്പിക്കാത്ത പല സംഗതികളും അവിടെ വരുന്നു. അത് എണ്ണമായിട്ടും രൂപമായിട്ടും ചൊല്ലലായിട്ടും പണിയായിട്ടും പലതും വരുന്നത് കൊണ്ട് ഞങ്ങൾ മാലമൗലിദുകളെ പുറകെ ഞങ്ങൾ കൂടാറില്ല. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? അല്ല പറയാത്ത കാര്യങ്ങൾ അല്ല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാൻ്റെ പേരിൽ കളവ് പറയുന്ന ഗ്രന്ഥങ്ങളാണ് മൗലിദ് കിതാബുകൾ. എത്ര എണ്ണം വേണം? മൗലിദ് കിതാബ് ഇങ്ങനെ ഓതുമ്പോൾ ഖാലല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുമ്പോൾ നിങ്ങൾ അസ്സൽ വജൽ എന്ന് പറയാറുണ്ടല്ലോ. അല്ല എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല പറഞ്ഞാൽ ഖുർആനിലുണ്ടാകും, അല്ല പറഞ്ഞാൽ ഹദീസിലുണ്ടാകും, അല്ലെങ്കിൽ ഖുദ്സിയായ ഹദീസ്, അല്ലെങ്കിൽ നബി പറയും അല്ല പറഞ്ഞിരിക്കുന്നു എന്ന്. ഖുർആനിലില്ലാതെ ഹദീസിലില്ലാതെ ഖുദ്സിയായ സഹീഹായ ഹദീസുകൾ വരാതെ ഖാലല്ലാഹു ഒരുത്തൻ പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞിട്ട് അല്ല പറഞ്ഞാന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന ഏറ്റവും വലിയ അക്രമം അതാണ്. മൗലൂദ് ഓതിയാൽ അവൻ ഈ വലിയ അക്രമിയായി മാറും. അതുകൊണ്ടാണ് ഞങ്ങൾ മൗലൂദ് ഓതാത്തത്. അല്ലാഹ് പറഞ്ഞതാണ് അള്ളാന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട്? കേട്ടോ, അല്ല പറയാത്തത് പറഞ്ഞു എന്ന് പറയാം. ഇനി തെളിവ് വേണോ? അത് 1-2 നമുക്ക് മനസ്സിലാക്കാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ചിട്ട് പിന്നെ ഹവ്വാ ബീവിനും തൊടാൻ ചെന്നു. ഒരു കഥയാണ് മൗലൂദിലെ. ഉസ്താദന്മാർ പറയട്ടെ, ഇതൊക്കെയുള്ള ആൾക്കാരെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത്. ഇത് മുജാഹിദീങ്ങൾ ചൊല്ലാത്തതുകൊണ്ട് ഒരു പേച്ചു പോയി, നബിക്ക് നബിയോട് സ്നേഹമില്ല, ഇങ്ങനെയൊക്കെയല്ല പറയാം. ശരി, അവർ ചൊല്ലുന്നതാണിത്. ആദം നബി ഹവ്വാ ബീവിയെ തൊടാൻ ചെന്നു. അപ്പോൾ ഹവ്വാവ് ചോദിച്ചു, നിങ്ങളെനിക്ക് മഹർ തന്നിട്ടില്ലല്ലോ, പിന്നെ നിങ്ങളെങ്ങനെ തൊടുക? നബിമാരെ മോശമാക്കുകയാണെന്ന് കൂടി ആലോചിക്കണം കേട്ടോ. അപ്പോൾ ആദം നബി അള്ളാഹോട് പോയിട്ട് പറയാണ്, യാ റബ്ബി അല്ലാഹുവേ മാതാ ഓതിഹ, ഞാൻ എന്താ മഹർ കൊടുക്കേണ്ടത്? ഹവ്വാവ് മഹർ ചോദിക്കുകയാണ്. അപ്പോൾ കാല അല്ല പറഞ്ഞു, ഇത് ഏത് ആയത്തിലാ, ഇത് ഏത് സ്വഹീഹായ ഹദീസിലാ വന്നത്? രണ്ടിലും ഇല്ല എങ്കിൽ അല്ല പറഞ്ഞു എന്ന് നുണ പറഞ്ഞാൽ ആ നുണയാണ് മൗലൂദുകളിലൂടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മരിച്ചാലും ജനിച്ചാലും ആൾക്കാർ ഗൾഫ് പോയാലും ഗൾഫിൽ ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ബൽക്ക് കിട്ടും. ഇതൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ എത്ര നുണകളാണ് അല്ലേ? അള്ളാൻ്റെ പേര് അല്ല പറഞ്ഞു എന്നും പറഞ്ഞിട്ട്, ശരി എന്താ അല്ല പറഞ്ഞത്?
നീ ആദമേ ഒരു പണി ചെയ്തളാ, മഹറല്ല കൊടുക്കണ്ടുള്ളൂ, ഒരു 20 സ്വലാത്താണ് ചൊല്ലിക്കളാ. അപ്പം നബി അന്നുണ്ട്, നബീൻ്റെ നൂറുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന കഥയത്. അങ്ങനെ ആദ്യം നബി 20 സ്വലാത്ത് ചൊല്ലി ആരുടെ പേരിൽ? ജനിക്കാൻ പോകുന്ന നബിൻ്റെ പേരിൽ. ഇതാ മൗലൂദിലുള്ളതാണ്. ലി ഹവ്വാകാന മിൻ മഹരിൻ അദഅം മിൻ നബിൽ ബശരി സ്വലാത്തൽ അശീരി വൽ അശീരി അലൽ ഹാദിൻ നബിൽ ബാരി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബേ ഞാൻ എന്താണ് മഹർ കൊടുക്കേണ്ടത്? അപ്പതാ അള്ളാഹിൻ്റെ കൽപ്പനയാണ്, അബുൽ ബശറായ ആദമിന് ഹവ്വാഇന് എന്താ മഹർ കൊടുക്കേണ്ടത്? സലാത്തുൽ അശീരി വൽ അശീരി, 10 എൻ്റെ പണ്ടും 10 സ്വർണം, പിന്നെ 16 റുപ്യ എന്നല്ല, 20 സ്വലാത്തു അല്ലാനാണ്. അത് ഇഷ്റൂന എന്നാണ് അറബിയിൽ പറയാം. ഇഷ്റൂന എന്ന് പറഞ്ഞാൽ പ്രാസം ഒക്കൂല. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ആൾ അഷറും ആക്കിയതാണ്. മനസ്സിലായില്ലോ? പദ്യത്തിൻ്റെ പ്രാസം ഒക്കാൻ വേണ്ടിയിട്ട് സലാത്തുൽ അശീരി വൽ അശീരി നമ്മളത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇനിയുണ്ടോ മൗലൂദ്? കണ്ടോളൂ. ഖാലല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു. എവിടെ പറഞ്ഞു? പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൗലിദ് കിതാബും നിവർത്തി വെച്ച് ഓതുമ്പോൾ വഹാബികളോട് ദേഷ്യം തോന്നുമ്പോൾ ആലോചിക്കണേ, ഇത് ചൊല്ലുന്നവനോട് അള്ളാഹ്ക്ക് എത്ര ദേഷ്യമുണ്ട് എന്ന്. ഞങ്ങൾക്കതേ പറയാനുള്ളൂ. എന്താ പറയണത്? ഖാലല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞു, ഖലഖ്തു നൂറ മുഹമ്മദിൻ മിൻ നൂരി, എൻ്റെ പ്രകാശത്തിൽ നിന്നാണ് മുഹമ്മദ് നബിയുടെ പ്രകാശത്തെ ഞാൻ പടച്ചത്. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് നബി പറഞ്ഞെന്താ? കുല്ലുക്കും മിൻ ആദം, എല്ലാവരും ആദമിൽ നിന്നാണ്. ആദം മിൻ തുറാബ്, ആദം മണ്ണിൽ നിന്നാണ്. മൗലൂദിലെ നുണെന്താണ്? മുഹമ്മദ് നബിയുടെ പ്രകാശത്തെ അള്ളാൻ്റെ പ്രകാശത്തിന് പടച്ചു. ആ പ്രകാശത്തിന് മുഹമ്മദ് നബിൻ്റെ മാത്രമല്ല, ഒരുപാട് പറയാണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ അടുത്ത വരവിന് വേണ്ടി വന്നാൽ പറയാം. ഇന്ന് നോക്കി നിങ്ങൾ, ഒമിൻ വിലായതിഹി ഖാലൽ ഇലാഹു ലഹു ലൗലാക ലം തുൻശ ഇല്ലാ കുവാനു മിൻ ആദമി. നമ്മുടെ ബുർദയുള്ള കാര്യമായിട്ട് ബുർദ മജ്ലിസ്, ബുർദ സദസ്, നല്ല ലൈറ്റും നല്ല അറേഞ്ച്മെൻറ്റും, അവസാനം നല്ല പണം. അതിന് പല പേരിലുള്ള നേതാക്കന്മാരും പല സ്ഥലത്തും. ആൾക്കാർ വിചാരിച്ച് ഇത് അള്ളാഹു റസൂൽ കൊണ്ടുവന്ന സാധന ബുർദാൻ അല്ല. ഹിജ്റ 608 ജനിച്ച് ഹിജ്റ 96 മരണപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾ എഴുതിയതാണ് ബുർദ. അപ്പം നബി മരിച്ച് 600 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പം എന്ത് മനസ്സിലായി? ഖൈറുന്നാസി ഖർനി, ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറ, അതിൽ ബുർദല്ല. തുമ്മല്ലദീന യലൂനഹും, പിന്നെ ഏറ്റവും നല്ല തലമുറ അടുത്തവരാണ്, അതിലും ബുർദല്ല. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അടുത്ത തലമുറയാണ് ഏറ്റവും നല്ല തലമുറ, അതിലും ബുർദല്ല. നല്ലവരൊക്കെ പോയിട്ട് പിന്നെ വന്നതാണ് ബുർദ. ഇമാം ഷാഫി കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇമാം മാലിക് കണ്ടിട്ടുണ്ടോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി കണ്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ കണ്ടിട്ടുണ്ടോ? മദ്ഹബിന്റെ ഇമാമുമാരെല്ലാം അവർക്കാർക്കും പരിചയമല്ല. 609 ജനിച്ച ബൂസീരി, അദ്ദേഹത്തിന് ശരീരത്തിന് അസുഖം വന്നു എന്നാ. ഞാൻ അതിൻ്റെ കഥ എങ്ങനെ രഘുണി കേട്ടോളി. ഇവരെല്ലാ കഥയും സ്വപ്നമായിരിക്കും. മുടി വന്നത് സ്വപ്നത്തിലൂടെ, ഇനി കൊണ്ടുവരാനുള്ളതും സ്വപ്നത്തിലൂടെ. കാരണം അതൊരു തട്ടിപ്പിൻ്റെ മാർഗ്ഗം ഈ സ്വപ്നം എന്നുള്ളത്. ആകെ സ്വപ്നക്കഥകൾ മാത്രമല്ല കയ്യിലുള്ളൂ. ഖുർആനും തെളിവുണ്ടാവില്ല, ഹദീസും ഉണ്ടാവില്ല. ബൂസീരിക്ക് അസുഖം വന്നു. അങ്ങനെ ബൂസീരിക്ക് അസുഖം വന്നപ്പോൾ ബൂസീരി എന്ത് ചെയ്തു? കുറേ സംഗതികൾ, കുറേ ഇലാജുകളൊക്കെ നടത്തിയിട്ടൊന്നും മാറുന്നില്ല. അവസാനം അദ്ദേഹം സ്വപ്നം കാണുക, നബിൻ്റെ പേരിൽ മദ്ഹ് പറയണതായിട്ട്. അപ്പോൾ ഒരു ബുർദാറിനെ ഒരു പുതപ്പ് അണിയിച്ചു കൊടുത്തു. നബി സ്വപ്നത്തിൽ വന്നിട്ട് ബൂസീരിനെ പുതപ്പണിയിക്കുകയാണ്. നേരം വളർന്നപ്പോൾ ഒരസുഖമില്ല, ഒരു പ്രശ്നവുമില്ല. ഇപ്പം പലരും പറയലല്ലേ, ഞങ്ങളുടെ സ്വലാത്തിൻ്റെ മജ്ലിസിൽ വന്ന് വരുന്നതിന് മുമ്പ് ഇന്ന അസുഖം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു അസുഖമില്ല. കുറേ അങ്ങനത്തെ അങ്ങന്മാരുണ്ട്. ഉള്ളത് പറയണങ്ങൾ തിരിച്ചറിയണത്. അതൊക്കെ തട്ടിപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇന്ന അസുഖം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സ്വലാത്തിൽ വന്നിപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഇന്ന അസുഖം ഉണ്ടായിരുന്നു, ഇവർക്ക് അസുഖം വന്നാലോ ഒരു വേഗം കോഴിക്കോടൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ സ്വലാത്തുമില്ല, ഒന്നുമില്ല, വക്കുപറിയില്ല. പാവങ്ങൾക്ക് അസുഖം വന്നാൽ വല്ല സലാത്ത്, വല്ല ബുർദ, വല്ല വങ്കൂസ്, ഇവർക്ക് കായ് കൊടുക്കുക. ഇവർക്ക് അസുഖം വന്നാലോ വലിയ വലിയ ഹോസ്പിറ്റലിൽ, അതും 5-6 ഡോക്ടർമാരൊക്കെ ഒന്നിച്ച് നോക്കണം, അല്ലേ? ഇനി നമ്മളെന്നാ തിരിച്ചറിയുക. അപ്പോൾ ഈ നിലക്ക് പിന്നെ എന്താ പറഞ്ഞു വന്നത്? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ,
അള്ളാഹിനെ പറ്റി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെ പല സംഗതികളും അപകടങ്ങളും ഗൗരവങ്ങളും ഏതിലുണ്ട്? ഈ മാല കിതാബുകൾ. അതുകൊണ്ട് ഞങ്ങൾ ചൊല്ലാത്തത്. അതുകൊണ്ട് അതിനെ എതിർക്കുക തന്നെ ചെയ്യും. കാരണം മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി, കൈകൊണ്ട് തടുക്കണം. നമുക്ക് തടുക്കാൻ പറ്റൂല, നമ്മുടെ വീട്ടിലേക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്താണെങ്കിൽ അവർ ചെയ്യും. അത് പറ്റാത്തടത്തോ ഫബിലിസാനിഹി, ആ പണി ചെയ്യുകയാണ്. അതിന് പറ്റാത്ത സമയം വന്നാലോ ഫബി ഖൽബിഹി, മനസ്സുകൊണ്ട് വെറുക്കും. ഇപ്പോൾ നമ്മുടെ ആ സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, തെറ്റായത് കൊണ്ടാണ് തെറ്റാന്ന് പറയുന്നത്. ആ ബുർദയിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബുർദ ഉണ്ടല്ലോ, ആ ബുർദയിലല്ലേ നബിയോടുള്ള പ്രാർത്ഥനയുള്ളത്? യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി. വ്യാപകമായ വിപത്ത് വരുമ്പോൾ, വലിയ പ്രയാസം അന്ന് വരുമ്പോൾ, യാ അക്രമൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും അക്രമായ പ്രവാചകരെ, എനിക്ക് നിങ്ങളോടല്ലാതെ വേറെ ആരോടും പറയാനില്ല, എനിക്ക് വേറെ ഒരു അഭയസ്ഥാനവും ഇല്ല, അല്ലേ? യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി, എനിക്ക് അഭയം തേടാൻ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. എന്താ അല്ല വിശ്വാസികളോട് പഠിപ്പിച്ചത്? റബ്ബിൽ അഭയം തേടിക്കോ, റബ്ബിനോട് പ്രാർത്ഥിച്ചോ, റബ്ബിനോട് തേടിക്കോ, റബ്ബിൽ തവക്കുലാക്കിക്കോ. ഇത് പഠിപ്പിച്ചിട്ടല്ലേ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ ഏറ്റുമുട്ടേണ്ടി വന്നത്, അവിടെ ത്യാഗങ്ങൾ സഹിച്ചത്, പ്രയാസങ്ങൾ അനുഭവിച്ചത്. എന്നിട്ട് ആ നബിയോട് പറയാ, നബിയെ, പ്രയാസങ്ങൾ, വ്യാപകമായ വലിയ വിപത്ത്, അത് പരലോകത്തെ ആകാം, ഇവിടത്തെ ആകാം, അല്ലാഹു ആലം, അത് എഴുതിയോനെ അറിയുള്ളൂ. പിന്നെ ഷറഹുകൾ പലതും ഉണ്ട്. ഏതായാലും നിങ്ങളോടല്ലാതെ പറയാല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ശിർക്ക് എന്നാ. അത് നിങ്ങൾ എന്ത് ന്യായീകരണം കൊടുത്തിട്ടും കാര്യമല്ല. ഡിക്ഷണറിയിൽ അങ്ങനെയല്ലേ, വിളിക്കാമെന്നില്ലേ, വിളിക്കാതിരിക്കുക, നിങ്ങൾ വിളിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ആ പറയുന്ന ആശയം ശിർക്കാണ്. പ്രവാചകരെ, നിങ്ങളിലല്ലാതെ അഭയം തേടാനില്ല എന്ന് പറഞ്ഞാൽ ആ അഭയം തേടൽ ശിർക്ക് തന്നെയാണ് മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അതാ ബുർദൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്, അല്ലാണ്ട് നിങ്ങൾക്ക് 10 രൂപ കിട്ടണോണ്ടല്ല. ആ ബുർദയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞത് എന്താണ്? വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. ഞാൻ ബുർദ മാത്രം പറയുന്ന സമയത്തിന് മാത്രം 2 മണിക്കൂർ വേണ്ടി വരും. വമിൻ ഉലൂമിക, റസൂലേ, നിങ്ങളുടെ ഇൽമിൽ പെട്ടതാണ് ഇൽമുൽ ലൗഹി, ലൗഹുൽ മഹ്ഫൂദിലെ ഇൽമ്. ഉസ്താവുമാരെ, നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോളി. ഇൽമുൽ ലൗഹി വൽ ഖലമി. ഏതാ കലമ്? നമ്മൾ എഴുതുന്ന പേന അല്ല. പിന്നെ ഏതാ കലമ്? ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, ഖദരിയായ കാര്യങ്ങൾ അല്ല എഴുതാനും പറഞ്ഞത് പേനയോടാ. ഉക്തുബ്. അങ്ങനെ മഖാദീറുൽ ഖലായിക്, സൃഷ്ടികളുടെ മുഴുവൻ ഖദറും എഴുതി വെച്ച പേന. ലൗഹുൽ മഹ്ഫൂദ്. ഈ 2 കാര്യങ്ങളിലെയും എല്ലാ അറിവും ആർക്കുണ്ട്? നബിക്കുണ്ട്. പറയാൻ പാടുണ്ടോ? നിങ്ങൾ പറയും മദ്ഹാണ്. മദ്ഹല്ല, ഇത് മദ്ഹല്ല. ഇത് പണ്ട് മുഹമ്മദ് നബി പറഞ്ഞല്ലോ, ലാ തത്റൂനി കമാ തുറത്തിൻ നസ്വാറാ ഈസ ഇബ്നു മറിയം. നസ്വാറാക്കൾ ഈസാ നബിയുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞ് മദ്ഹ് പറഞ്ഞ പോലെ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് കവിയരുതേ. ഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹിൻ്റെ അടിമയാണ് ഞാൻ, അള്ളാഹിൻ്റെ റസൂലാണ് ഞാൻ. ദിവ്യത്വത്തിലേക്ക് എന്നെ എത്തിക്കരുത്, ദൈവികമായ വിശേഷണങ്ങൾ എന്നിൽ ചാർത്തരുത്. അതാ മുമ്പ് കാലത്ത് സംഭവിച്ച പിഴവ്. അതാ നബി പറഞ്ഞത്, നിങ്ങൾ മുൻഗാമികളെ ചാണിന് ചാണായി പിൻപറ്റും, വിശ്വാസരംഗത്തും കർമ്മരംഗത്തും എല്ലാ രംഗത്തും പിൻപറ്റും എന്ന് പറയാനുള്ള കാരണം അതാണ്. ഉണ്ടാക്കാൻ പാടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൗഹുൽ മഹ്ഫൂദിലെ കാര്യങ്ങൾ അറിയാം. ശരി, എവിടെ ഉണ്ടത്? അങ്ങനെ ആര് പറഞ്ഞു? നബി പറഞ്ഞോ? ഇല്ല. ഉഹുദ് യുദ്ധത്തിൽ ശത്രുക്കൾ കുഴിച്ച വാരിക്കുഴിയിൽ വീണിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലിൻ്റെ മുട്ടുപൊട്ടി, ചോര വന്നില്ലേ? ഇൽമുൽ ലൗഹിലുള്ളത് അവനാണ് മുമ്പിലുള്ള കുഴി പോയിട്ടാണ് ചാടിയത്. ആ റസൂലിൻ്റെ കുറ്റല്ല, മനുഷ്യനാണ്, അല്ലേ? മനുഷ്യനാണ്. അള്ളാഹുവിൻ്റെ റസൂല് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ വാതിലേറെ അന്നത്തെ പോലെ 4-5 കനത്തിലുള്ള ഡോറൊന്നുമല്ല, ഈത്തപ്പൻ്റെ പട്ടയാണ്, ഓട്ടുണ്ടാവും. പുറത്ത് നിൽക്കുന്ന ആളെ കാണാം, വ്യക്താകൂല എന്ന് മാത്രം. ഒരാൾ വന്നിട്ട് വാതിലിൽ മുട്ടി. നബി ചോദിച്ചു, മൻ, ആരാന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറയും, ഞാനാന്ന് പറഞ്ഞു. അപ്പോൾ നബി പറയും, എന്ത് ഞാൻ, ആരാന്ന് പറയേ? കണ്ടോ, അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരാന്ന് പറഞ്ഞിട്ട് നബിക്ക് ആരാന്ന് മനസ്സിലായില്ല, സൗണ്ട് കേട്ടിട്ടും മനസ്സിലായില്ല. എന്നിട്ട് ഇൽമുൽ ലൗഹി വൽ ഖലമി, ഈ നുണയും പാടാനല്ലേ സ്റ്റേജ് കിട്ടുന്നത്? ഈ നുണ പാടാനല്ലേ പല പേരിലും പല ആളുകളും രംഗത്തിറങ്ങുന്നത്? ആ ചൂഷണക്കാരെ, സാധാരണക്കാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. അതാണ് ബുർദ. ഞങ്ങൾക്കിപ്പോൾ മുഴുവൻ പോകുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ മാലമൗലിദുകൾ എതിർക്കുന്നത്? അത് മദ്ഹിനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല.
നേരെ മറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആശയങ്ങൾക്ക് എതിരായ പലതും അതിലുണ്ട്. അതുകൊണ്ടാണ് ചുരുക്കി പറയാം, അള്ളാഹ് പറഞ്ഞല്ലോ, ലാ തസിറു വാസിറതു വിസ്റ ഉഖ്റാ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല. അല്ലേ, ഞാൻ നിസ്കരിക്കാണ്ട് നോമ്പെടുക്കാണ്ട് പരലോകത്ത് വന്നാൽ വേറെ ആൾ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഞാൻ നോക്കിക്കോളാം എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. മനിഹിതദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ. നന്നായാൽ നന്നായവൻ അതിൻ്റെ ഗുണം, കേടുവന്നാൽ അതിൻ്റെ ദോഷവും അവന്. ഇത് ഖുർആൻ്റെ തത്വമാണ്. ഇത് ഖുർആൻ മാത്രമല്ല, മറ്റുള്ള മുൻഗാമികൾക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ച തത്വമാണ്. എന്ത്? അല്ലാ തസിറ വാസിറത്തുൻ വിസ്റ ഉഖ്റാ, ഒരാളുടെ കുറ്റം പരലോകത്തൊരാൾ ഏറ്റെടുക്കൂല. എന്നാൽ മുയദ്ദിമാരെന്താ പറഞ്ഞത്? എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട, എൻ്റെ മുരീദിന് ഞാൻ കാവലം നോവർ. അതൊരു ഓവർ വർത്താനം തന്നെയാണ്, ഒരു സംശയമില്ല. എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന് അങ്ങനെ ആർക്കും കാക്കാൻ കഴിയില്ല. ഞാൻ കൈ പിടിച്ചോളാം ശൈഖ് പറഞ്ഞിട്ടില്ല, പറയാനും കഴിയില്ല. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നടക്കൂല. പരലോകം അങ്ങനത്തെ ലോകമല്ല. കാരണം യൗമ യദഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ. ഓരോ നബിമാരും ആദം നബി മുതൽ സകല നബിമാരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് കരയുന്ന ദിവസം മുഹ്യിദ്ദീൻ ശൈഖ് വന്നിട്ട്, എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. മുരീദ് നന്നാകണമെന്നില്ല, ഞാൻ നന്നായാൽ മതി എന്ന് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. മനസ്സിലായോ? ഇതൊക്കെ മാലയിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ചിന്തിച്ചു ഇത് ഖുർആൻ എതിരാന്ന് മനസ്സിലായി. കാരണം ഞങ്ങൾ ഖുർആനും ഹദീസും പഠിച്ചു. അപ്പോൾ ബോധ്യപ്പെട്ടു മാലകൾ തെറ്റാണ്. പിന്നെയോ, എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. മുഹ്യിദ്ദീൻ ശൈഖിന്റെ തരീഖത്ത് കൂടി ആരും നരകത്തേക്കില്ല. മലക്കിൻ്റെ പേരിൽ നോണ, അള്ളാഹിൻ്റെ പേരിൽ നോണ, നബിൻ്റെ പേരിൽ നോണ, നുണയോട് നുണയാണ് മൗലൂദുകൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക? മാറ്റിവെക്കുക. അള്ളാഹ് പറഞ്ഞത് എന്താ? യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ റബ്ബിനെ ഭയപ്പെടണം. വഖ്ശൗ യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യജ്സി വാലിദുൻ അൻ വലദി, അന്ന് വാപ്പ മക്കൾക്ക് ഫലം ചെയ്യില്ല. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ, വാപ്പ മക്കൾക്കോ മക്കൾ വാപ്പമാർക്കോ ഫലം ചെയ്യാത്ത ദിവസമാണ് പരലോകം. സംശയം വേണ്ട. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. വാപ്പാക്ക് മക്കളെ കൊണ്ട് പരലോകത്ത് ഗുണം കിട്ടൂല. ഇപ്പം പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടും. പരലോകത്ത് പോയിട്ട് ഇതിൻ്റെ വാപ്പയാണ്, ഇതിൻ്റെ അമ്മോശനാണ് എന്ന് പറഞ്ഞ് ആർക്കും ആരും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അങ്ങനത്തെ ലോകമല്ല പരലോകം. അള്ളാഹ് പറഞ്ഞതാ, മൗലൂദ് കിതാബിൽ ആരെങ്കിലും എഴുതി വെച്ചതല്ല. അള്ളാഹ് പറയാ, വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. എന്താ പ്രത്യേകത? ലാ യജ്സി വാലിദുൻ അൻ വലദി, മക്കൾ വാപ്പമാർക്കോ, വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ, മക്കൾ വാപ്പമാർക്കോ വാപ്പമാര് മക്കൾക്കോ ഫലം ചെയ്യാത്ത ദിവസമാണ് പരലോകം. എന്നാൽ കുത്തുബിയത്തിൽ എന്താ പറഞ്ഞു? അല്ലെങ്കിൽ അവർ സ്വന്തം ബൈത്തിൽ എന്താ ഉള്ളത്? മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, നമ്മൾ നോക്കിക്കൊള്ളുന്ന. മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖാ ഫഹ്മിക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. മുരീദേ, എന്നെ മുറുകെ പിടിച്ചോ. എന്ത് ശൈഖിനെ മുറുകെ പിടിക്കാരനാ? ശൈഖിൻ്റെ കച്ചുകാലം ഇപ്പം പിടിക്കാൻ കിട്ടൂല. ശൈഖിനെ മുറുകെ പിടിക്കാരന ഖാദിരിയ്യ ത്വരീഖത്തിൽ കൂടലാണ്. അപ്പോൾ ഖാദിരിയ്യ ത്വരീഖത്തിൽ കൂടിയാലോ? അപ്പോൾ ആ ത്വരീഖത്തിൽ വെറുതെ ദിക്റുകളുണ്ട്, അതാണ് അവർ സ്വന്തം ബൈത്ത്. അതേപോലെ തന്നെ മറ്റു ദിക്റുകളുണ്ട്, അതൊക്കെ ചൊല്ലുക. മുഹ്യിദ്ദീൻ റാത്തീബ് ചൊല്ലുക, മുഹ്യിദ്ദീമാണ് ചൊല്ലുക, മുഹ്യിദ്ദീൻ മൗലൂദ് ചൊല്ലുക. ആരെ പഠിപ്പിച്ച്? നമ്മുടെ ഉസ്താദുമാർ. ആരാ നേതൃത്വം? അവർ തന്നെ. ഫ്രീ ആണോ? ഫ്രീ ഒന്നല്ല. ഭക്ഷണം ഉണ്ടാക്കണം, നല്ല കായും കൊടുക്കണം, അല്ലേ? അതിനു വേണ്ടി ഉണ്ടാക്കിയതാ. ഇതിൽ പറയുന്ന ആശയം എന്താ? ഖുർആൻ പറഞ്ഞതിന് നേരെ എതിര്. അല്ലാഹ് പറയാ, വാപ്പ മക്കൾക്ക് ഫലം ചെയ്യൂല, മക്കൾ വാപ്പാക്കും ഫലം ചെയ്യൂല. മൗലൂദ് കിതാബിലോ, എന്നെ മുറുകെ പിടിച്ചോ, ഫഹമീക, ഞാൻ നിന്നെ സംരക്ഷിക്കും, ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും. അല്ലാഹ് പറഞ്ഞതാണോ ശരി, അതോ മുസ്ലിയാക്കന്മാർ കൊണ്ട് നടക്കുന്ന ഈ മാല കിതാബുകളാണോ ശരി? ഖബറിൽ ഉസ്താദില്ല, കമ്മിറ്റില്ല, ഖത്തീബില്ല, ഖാദില്ല, തങ്ങളില്ല, ആരുമില്ല. വകുല്ലുക്കും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അല്ലാഹുവിന്റെ കോടതിയിൽ ഒറ്റക്കാ വരിക. അത് എത്ര വലിയവനും ഇന്ന് തക്ബീർ എല്ലാവരും സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും ഒക്കെ ആളെ വരുമ്പോൾ എല്ലാവരും ഒറ്റക്കാ വരിക. അവിടെ ആരും കൂടെ ഉണ്ടാവില്ല. ഇനി കേട്ടോ, അല്ലാഹ് പറയാണ്,
ഇം തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും. ഈ ആയത്ത് മുജാഹിദീങ്ങൾ ഓതി കേട്ട് ഏത് കുട്ടിയും കാണാപാടായിട്ടുണ്ട് സമസ്തക്കാരിലെ. അവരെ വിളിച്ചാൽ ദുആ കേൾക്കൂല, ഇതൊക്കെ ഉത്തരം തരൂല, ഖിയാമത്ത് നാൾ വരെ വിളിച്ചാലും കേൾക്കൂല, ഉത്തരം കിട്ടൂല എന്നല്ല ആവർത്തിച്ച് പറയുമ്പോൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ എന്ന് ഏറ്റവും വഴിപടച്ചവൻ അള്ളാഹിന്റെ പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ കുത്തുബിയത്തിൽ പറയുന്നത്, മാല കിതാബിൽ പറയുന്നത് എന്താ? മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ കേൾക്കും, മടവൂരിനെ വിളിച്ചാൽ ഉത്തരം കിട്ടും, ഇന്നാളെ വിളിച്ചാൽ ഉത്തരം കിട്ടും. ഇല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയും. ഈ ശിർക്കല്ലേ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹ് പറഞ്ഞതിനെതിര് വമൻ യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഗഫവതിഹി അസ്മൻ ബിഹിമ്മതിഹി സ്വർമൻ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യിദ്ദീനി. അല്ലാഹ് പറയാണ്, ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടൂല, വിളിച്ചിട്ടും കാര്യമില്ല, വിളിച്ചാലും കേൾക്കൂല. അപ്പോൾ കുത്തുബിയത്തരം പറയാം, അല്ലട്ടോ വിളിച്ചോ കേൾക്കും, ഉത്തരം കിട്ടും. ഇങ്ങനെ വിളിച്ചോ, യാ മുഹയ്യിദ്ദീനി യാ മുഹയ്യിദ്ദീനി യാ മുഹയ്യിദ്ദീനി. അതിനല്ലേ നിങ്ങൾ ആടിനിറക്കണത്? അതിനല്ലേ ജിലാലിനെ ഒരുമിച്ച് കൂടുന്നത്? അതിൻ്റെ പേരിലല്ലേ കുത്തുബിയത്തിൻ്റെ പേര് പറഞ്ഞ് വലിയ സ്റ്റേജ് കെട്ടിയിട്ട് പല പേരിലുള്ള പല ഹോജാക്കളും സ്റ്റേജിൽ വന്നിട്ട് അവസാനം നിങ്ങളുടെ പൈസയും കൊണ്ടുപോകണത് അല്ലേ? പൈസ പോട്ടെ, പരലോക പോണത്. ഇത് ശിർക്കാണ്, ഗൗരവമുള്ള വിഷയമാണ്. അപ്പം അല്ലാഹ് പറഞ്ഞതിന് നേരെ എതിര് കുത്തുബിയത്തിൽ അല്ലാഹ് പറഞ്ഞല്ലോ നമ്മൾ പ്രാർത്ഥിക്കാൻ, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബേ നരകത്തിൽ നിന്ന് കാക്കണേ, നരകശിക്ഷ ദുസ്സഹനീയമാണ്. റബ്ബിനോടുള്ള ദുആയാണ്. അങ്ങനെ അത്ര ദുആയാ ഖുർആനിൽ നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. കുത്തുബിയത്തിൽ എന്താ? വനജ്ജിഹി മില്ലല്ലാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹയ്യിദ്ദീനി. ഔലിയാക്കന്മാരുടെ സുൽത്താനായ മുഹയ്യിദ്ദീൻ ശൈഖ് നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. അതാ ഞാൻ പറഞ്ഞത്, ഇത് കുഫറാണ്, ഇത് ശിർക്കാണ്. ഇത് ചൊല്ലിയാൽ ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും ചൊല്ലേണ്ടി വരും. അത്രക്ക് അപകടവും വിഷങ്ങളുമാണ് ഈ മാല കിതാബുകൾ. ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങാത്തത് കൊണ്ടാ. അള്ളാഹിൻ്റെ പേരിൽ നിന്നോണ, റസൂലിൻ്റെ പേരിൽ നിന്നോണ, മലക്കുകളുടെ പേരിൽ നിന്നോണ, അള്ളാഹ് പഠിപ്പിച്ച തൗഹീദിന് എതിരായ കാര്യങ്ങൾ, അള്ളാഹ് പഠിപ്പിച്ച തത്വങ്ങൾക്കെതിര് ഒന്നും വേണ്ട. നമുക്കൊക്കെ ഏത് കുട്ടിക്കും അറിയാം, നമസ്കരിക്കാൻ കൈ കെട്ടിയാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റബ്ബേ സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കണേ. ചൊവ്വായ പാത, അമ്പിയാക്കളുടെ പാത, സ്വഹാബത്തിന്റെ പാത അല്ലേ, ഔലിയാക്കളുടെ പാത, അതല്ലേ സിറാത്തുൽ മുസ്തഖീം. അത് ആരോടാ പറയണത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. റബ്ബേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണേ, സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കണേ. അത് ഈശാ നിസ്കരിച്ചിട്ട് ഓതിയിട്ട് അപ്പുറത്ത് അത് അള്ളാഹിൻ്റെ മുമ്പിലാണ്, അള്ളാഹിൻ്റെ മുമ്പിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. പിന്നെ അപ്പുറത്ത് പോയിട്ട് ഉസ്താദിൻ്റെ മുമ്പിൽ ഖുതുബിയത്തിന് മുമ്പിൽ ഇരുന്നാലോ, ബസ്സിറു ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വ അൻത മാലികുഹു. അല്ലയോ മുഹയ്യിദ്ദീൻ ശൈഖേ, നിങ്ങൾ പ്രവേശിച്ച സിറാത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. ഏതാ ശൈഖ് പ്രവേശിച്ച സിറാത്ത്? സിറാത്തുൽ മുസ്തഖീമാണല്ലോ, തർക്കല്ലല്ലോ. പിഴച്ച വഴിയല്ല, നല്ല വഴിയാണ്. ആ വഴിയിലേക്ക് ശൈഖേ എന്നെ കൂടി പ്രവേശിപ്പിക്കണമേ. ബസ്സിറു ഫുആദി, എൻ്റെ ഹൃദയത്തിന് ഉൾക്കാഴ്ച നൽകണേ. ആരാ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നവൻ? ഏത് കുട്ടിക്കും അറിയില്ലേ ഇത് റബ്ബിനോട് പറയേണ്ട കാര്യമാണ്? എന്നിട്ട് അതിന് വലിയ ആലിമീങ്ങളാണെന്ന് പറയുന്നവർ മുഹയ്യിദ്ദീൻ ശൈഖിനോട് പറയാ, ബസ്സിറു ഫുആദി സിറാത്തൻ അൻത സാലികുഹു, നിങ്ങൾ പ്രവേശിച്ച സിറാത്തിലേക്ക് എന്നെ കൂടി പ്രവേശിപ്പിക്കണേ. സഹോദരങ്ങളെ, അവിടെ മാത്രം അവസാനിച്ചില്ല. പിന്നെ പറഞ്ഞെന്താണെന്നറിയോ? അൻത മാലികുഹു, നിങ്ങൾക്കതിന് കഴിവുണ്ട്. നിങ്ങളതിൻ്റെ ഉടമസ്ഥനാണ്. എന്നാൽ നബിയോ തൻ്റെ മൂത്താപ്പ മരിച്ച് ഈമാല്ലാണ്ട് മരിച്ച് കരഞ്ഞിറങ്ങിപ്പോരുമ്പോൾ അള്ളാഹ് ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദി മൻ അഹബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. അള്ളയാ ഹിദായത്ത് കൊടുക്കുന്നവൻ. നബി കരഞ്ഞു പോരും. മൂത്താപ്പാനെ ഹിദായത്തിലാക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിന് സാധിച്ചില്ല.
പിന്നെ മുഹ്യിദ്ദീൻ ശൈഖിനോട് പറയാൻ നിങ്ങൾക്ക് കഴിയും, അന്ത മാലിക്കുഹു, നിങ്ങൾ അതിൻ്റെ ഉടമസ്ഥനാണ്. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾക്ക് എതിര്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാത്തത്, ഖുർആനും ഹദീസുമായി നടക്കുന്നത്. അള്ളാഹ് പറഞ്ഞത് എന്താ? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ റബ്ബിനുള്ളതാണ്, അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹിനോടൊപ്പം നിങ്ങൾ ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല, അല്ലേ? എന്നിട്ട് ആ പള്ളിയിൽ പോയി ഇരുന്നിട്ട് യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നും പറയാം. അള്ളാഹ് പറഞ്ഞത് വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളി അള്ളാഹിൻ്റെയാണ്. വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹിനോടൊപ്പം, അള്ളാഹിനെ വിട്ടിട്ടില്ലല്ലോ ഞങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. വിടാണ്ട തന്നെ വേറെ ആളെ വിളിക്കാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല. വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, റബ്ബിനോടൊപ്പം മറ്റൊരു ഇലാഹിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല. അത് ഇലാഹിനെ വിളിക്കാൻ പാടില്ല എന്നല്ല, ഞങ്ങൾ ഇലാഹിനെ വിളിച്ചിട്ടില്ലല്ലോ, ഔലിയാക്കന്മാരല്ലേ വിളിച്ചതെന്നാ. അതിനൊക്കെ വായടപ്പം മറുപടി മുഹയ്യിദ്ദീൻ ശൈഖ് കൊടുത്തിട്ടുണ്ട്. ആരെ വിളിക്കണോ അവനാണ് ഇലാഹ്, നീ ആരിൽ ബരമേൽപ്പിക്കുന്നുവോ അവനാണ് ഇലാഹ്. കുല്ലു മാ തസ്ഖു അലൈഹി വതഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക. നീ ആരിൽ തവക്കുൽ ചെയ്യുന്നുവോ, ആരിൽ ബരമേൽപ്പിക്കുന്നുവോ, അപകടം വന്നു രക്ഷപ്പെടുത്തും ആര്? ശൈഖ്, അല്ലേ? അപ്പം നിന്റെ ഇലാഹായി, ഇത് ഇലാഹാകുന്നു എന്ന് അബ്ദുറഹ്മാൻ ഒപ്പ് എന്ന് പറയുന്നു വേണ്ട. റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ആ ശൈഖിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അത് അതിനെ ഇലാഹാക്കലായി. അപ്പോൾ റബ്ബ് പറയാ റബ്ബിനോട് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. എന്നാൽ പിന്നെ ബദ്ർ മൗലിദിൽ എന്താ ഉള്ളത്? യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ ഖുൽ നാദിയം മുസ്തൻജിദാ യഹ്ല ബദ്രി ശുഹദാ യമൻ ബിഹി കർബുൻ വഗം വജുല്ലഹതു ബിമുദ്ലഹിം ഖുൽ ലാജിഅൻ വഖത്തഉം യഹ്ല ബദ്രി ശുഹദാ യമൻ ബിഹി മുർറുൽ ബലാ വലഖ ഖൽബൻ വജിലാ ഖുൽ മുസ്രിഅൻ മുഹർവിലാ യഹ്ല ബദ്രി ശുഹദാ. രോഗമുണ്ടോ ബദ്രീങ്ങളെ വിളിച്ചോ, പ്രയാസമുണ്ടോ ബദ്രീങ്ങളെ വിളിച്ചോ, പരീക്ഷണമുണ്ടോ ബദ്രീങ്ങളെ വിളിച്ചോ, ജീവിതത്തിൽ കയ്പും പ്രയാസമുണ്ടോ ബദ്രീങ്ങളെ വിളിച്ചോ. അല്ലാഹ് പറയാ വിളിക്കല്ലേ, അല്ലാഹനെ മാത്രം വിളിച്ചോ. ഈ മുസ്ലിയാക്കന്മാരെ മൗലിദ് കിതാബുവാണോ അല്ലാഹ് പറഞ്ഞ ഖുർആനുവാണോ? എത്ര വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എടുക്കാത്തത്. ഇപ്പം മനസ്സിലായോ? അല്ലാതെ മദ്ഹ് പറയാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, ഇതിൽ ശിർക്കുള്ളത് കൊണ്ടാ, ഇതിൽ കുഫറുള്ളത് കൊണ്ടാ. ഇങ്ങനെ ഒരുപാട് സംഗതികൾ. അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷണം എന്താ? എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, അല്ലേ? അള്ളാഹിൻ്റെ ഇൽമ് ലോകത്തൊരാൾക്കും ഇല്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അള്ളാഹിൻ്റെ ഇല്ലാ ബിമാ ശാഅ. അള്ളാഹിൻ്റെ ഇൽമിനെ പൂർണ്ണമായും വലയം ചെയ്യുന്ന ഒരാളും ഇവിടെ ഇല്ല. പിന്നെ അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, വഴി കൊടുക്കും, അത് വേറെ വിഷയം. നാം മുഹയ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് പറഞ്ഞ് അവർ സ്വന്തം ബൈത്തിൽ എവിടെ എത്തി? വഅലമു ഇൽമല്ലാഹി ഉഹ്സി ഹുറൂഫഹു വഅലമു മൗജൽ ബഹരി കം ഹുവ മൗജതി. കടലിലെ നുരയും പതയും എനിക്കറിയാം എത്ര ഉണ്ടെന്ന്. അള്ളാഹിൻ്റെ ഓരോ ഇൽമിൻ്റെയും അക്ഷരങ്ങൾ എത്ര ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു. അങ്ങനെ എങ്ങാനും വിശ്വസിച്ചാൽ ഇസ്ലാമിന്ന് പുറത്താ കൂട്ടരെ. ഞങ്ങൾ വലിയ തങ്ങന്മാരൊന്നല്ല, പക്ഷെ ഈ സത്യം മനസ്സിലായിക്കോളി. അള്ളാന്റെ ഓരോ ഇൽമിന്റെ അക്ഷരം എനിക്കറിയാം. ഈ ഭൂമിയിൽ എത്ര ചെടികളുണ്ടെന്ന് എനിക്കറിയാം. കടലിൽ എത്ര നുരയും എത്ര തിരമാലുണ്ടെന്ന് എനിക്കറിയാം. ഭൂമിയിൽ എത്ര മണൽത്തരി എനിക്കറിയാം. ആര്? മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു. എവിടെ പറഞ്ഞത്രേ? അവർ സ്വന്നോ എന്ന് പറഞ്ഞിട്ട് അവർ സ്വന്തം ബൈത്തുണ്ട്. അവർ സ്വന്തം ബൈത്ത്. അവർ ചൊന്നിയിട്ടൊന്നുമില്ല. ആളുകൾ ചുമ്മാ പൊളി പേസരുത്, വെറുതെ പറയാ അവർ ചൊന്നിയതൊന്നല്ലത്. അങ്ങനെ ഗൗരവമുള്ള വാക്ക് അവർ പറയൂല. ഇനി പറഞ്ഞാൽ തന്നെ വിശ്വസിക്കാനും പറ്റൂല. കാരണം അള്ളാഹ് പറഞ്ഞത് എന്താ? ഖുൽ ലാ യഅലമുൽ ഗൈബ ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. അള്ളാഹ്ക്കല്ലാണ്ട് ആകാശഭൂമികളെ മറഞ്ഞ കാര്യം ഒരാൾക്കും അറിയില്ല. ഇപ്പോൾ എല്ലാം മടവൂരിനറിയും. മഴ അത് മടവൂര്, എല്ലാം നിയന്ത്രിക്കുന്നത് മടവൂരില്ലെങ്കിൽ ആകെ താറുമാറായി. ഇപ്പോൾ അള്ളാഹു അക്ബറിനേക്കാളേക്കൊക്കെ വലുതിപ്പോൾ മടവൂർ അക്ബറായി പോയിട്ടുണ്ട്. മടവൂരില്ലെങ്കിൽ ലോകമില്ല, മടവൂരില്ലെങ്കിൽ പരലോകമില്ല. ഈ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് മടവൂരിൽ നടക്കുന്ന ആണ്ട്, മടവൂരിൽ നടക്കുന്ന നേർച്ച,
എന്നിട്ട് അവിടേക്ക് ആളുകളെ ക്ഷണിക്കുക. ആ മടവൂരിൻ്റെ പേരിൽ എഴുതി ഉണ്ടാക്കപ്പെട്ട മാല കിതാബുണ്ട്, അറിയാം നിങ്ങൾക്ക്? സാധാരണക്കാരായ, ഞാൻ ഇൻഷാ അല്ലാഹ് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക, സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. അവർക്ക് ചൊല്ലാൻ കിട്ടൂല, അപ്പോൾ ഉസ്താദുമാർ ചൊല്ലിയാണ്, മുമ്പിലിരിക്കുകയാണ്, അതിന് സാക്ഷിയാകുകയാണ്. അവർ ഈമാനൊക്കെ അങ്ങോട്ടാ പോകുന്നത്. എന്നിട്ട് അവിടെ അതിൻ്റെ പേരിൽ അറിവ്, അതിൻ്റെ പേരിൽ നേർച്ച, എന്തെല്ലാം കാര്യങ്ങളാ. റബ്ബ് മഹാനാണോ, റബ്ബ് അലീമാണോ, അതൊന്നും ഇപ്പോൾ ചർച്ചയല്ല. മടവൂരാപ്പ വലുത് അല്ലേ? മടവൂരില്ലെങ്കിൽ ഒന്നുമില്ല. ഖബർ നിയന്ത്രിക്കുന്നത് മടവൂര്, പരലോകം മടവൂര്, എല്ലാ ഹൈറും മടവൂരിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വെറുതെ പറഞ്ഞതല്ല, കേട്ടോളൂ മടവൂർ മൗലിദ്. അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക. മടവൂരിനെ കുറിച്ച് എഴുതിയ മൗലിദ് CM മൗലിദ്. അല്ലയോ മടവൂരെ, നിങ്ങളോട് എൻ്റെ കൽബിന് വല്ലാത്ത ഷൗക്കുണ്ട്. ഷൗക്ക് പറഞ്ഞാൽ കണ്ടുമുട്ടാനുള്ള താല്പര്യത്തിന് ഷൗക്ക് എന്നൊക്കെ പറയും, സൂഫികളുടെ ഭാഷയാണ് അതൊക്കെ. അതേപോലെ എൻ്റെ കൽബിൽ ഇഷ്കുണ്ട്. ഇഷ്ക് പറഞ്ഞാൽ പ്രേമം, കാമം എന്നൊക്കെയാണ്. അത് പിന്നെ സൂഫികൾ തമ്മിൽ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് ഷൗക്കും ഇഷ്കും. പിന്നെയോ നിങ്ങളെ കൊണ്ടുള്ള ദൗക്ക്, ആസ്വാദനം കൊണ്ട് എൻ്റെ മനസ്സൊക്കെ നന്നായിട്ടുണ്ട്. ഏയ് റബ്ബിനോട്, റബ്ബേ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, നീ പരിശുദ്ധനാണ്, നിന്നെക്കൊണ്ട് എനിക്ക് ഖൈറ് കിട്ടി, നിന്നെക്കൊണ്ട് ഞാൻ നന്നായി, നിന്നെക്കൊണ്ട് റബ്ബേ എൻ്റെ മനസ്സ് നന്നായി എന്നൊക്കെ പറയുന്നതിന് പകരം എന്താ പറഞ്ഞറിയോ? അല്ലയോ ശൈഖേ, നിങ്ങൾ എൻ്റെ അവലംബമാണ്, നിങ്ങളെക്കുറിച്ചുള്ള ദൗക്ക് കൊണ്ട് എനിക്കിതാ എൻ്റെ ത്വാബ നഫ്സി, ഞാൻ തന്നെ നന്നായി, മനസ്സിനൊക്കെ സുഖമായി. ഇനിയോ ജുദിലനാ ഗൗസം മുബീന ഫീ ബലിയാത്തിൻ ഖമീന, ജുദിലനാ ഗൗസം മുബീന, ഞങ്ങളെ നല്ലപോലെ സഹായിക്കണേ, ഫീ ബലിയാത്തിൻ ഖമീന, വലിയ വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ. എന്നാ പിന്നെ എന്തിനാ കൂട്ടരെ മടവൂര് മരിച്ചത്? അസുഖം വന്ന് എന്തിനാ മരിച്ചത്? റിഫായ് ഷെയ്ഖ് മരിക്കുമ്പോൾ വയറുവേദന പിടിച്ച് അദ്ദേഹത്തിന് വയറ്റിന്ന് പോക്കായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അസുഖമാണ്. ഇങ്ങനെ അസുഖം ഒന്നല്ലേ പലരും മരിച്ചത്. എന്നിട്ട് ഇവിടെ ഇരുന്ന് അവരെ ഇതുണ്ടോ മദ്ഹല്ലേ? മുജാഹിദീങ്ങൾക്ക് മദ്ഹ് ഇഷ്ടമല്ല, മുജാഹിദീങ്ങൾക്ക് ഔലിയാക്കന്മാരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മൗലൂദ് ഓതാത്തത്. ഇത് പറഞ്ഞ് പറ്റിക്കുക. എന്തിനെന്നറിയോ? അവർ മൗലൂദിന് സദസ്സിൽ പാവപ്പെട്ടവർ വരണം, എന്നിട്ട് ഈ ശിർക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കൈനോടത്തോളം അങ്ങോട്ട് വാങ്ങണം. എന്താ പറയണത് നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് കേട്ടോളൂ, ഉസ്താദുമാർ അർത്ഥം പറഞ്ഞു തരൂല്ല. മടവൂരിനോട് പറയാ, അള്ളാഹിനോട് പറയേണ്ട കാര്യമാണ്. വലിയ വലിയ പരീക്ഷണങ്ങൾ വരുമ്പോ അല്ലയോ മടവൂരെ, നിങ്ങൾ ഞങ്ങളെ സഹായിച്ച ഔദാര്യം നൽകണേ. റഹ്മതൻ ദുനിയാവദീന മല്ലനാ ഗൈറുക ശൈആ, ദുനിയാവിൻ്റെയും ദീനിൻ്റെയും റഹ്മത്ത് തരാൻ മല്ലനാ ഞങ്ങൾക്കാരുണ്ട്. ഗൈറുക ശൈഖാ, ശൈഖേ നിങ്ങളല്ലാണ്ട് വേറെ ആരുണ്ട്? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ആരോടാ ഞങ്ങൾക്ക് എന്ത് സന്തോഷാന്നറിയോ? റബ്ബിനോടാ. എന്ത് തെറ്റ് സംഭവിച്ചാലും ജീവിതത്തിൽ, എന്ത് പാപം വന്നാലും, ശിർക്കാകട്ടെ, മഹാപാപങ്ങളാകട്ടെ, ഹറാമുകളാകട്ടെ, റബ്ബിനോട് പറയാൻ ആ റബ്ബ് പറഞ്ഞതാ, ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. പാപം പൊറുക്കാൻ റബ്ബല്ലാതെ വേറെ ആരുണ്ട്? റബ്ബിന്റെ ചോദ്യമാണ്. ഉദൂനി, ചോദിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അല്ലല്ലാണ്ട് വേറെ ആരും പൊറുക്കാനില്ലല്ലോ. തൗബ ചെയ്യുന്നവന് പുറത്തു കൊടുക്കുന്നവനാണവൻ. നമ്മുടെ റബ്ബ് പറഞ്ഞതാ, ശിർക്ക് സംഭവിച്ചാലും മഹാപാപം സംഭവിച്ചാലും തെറ്റുകൾ സംഭവിച്ചാലും ആത്മാർത്ഥമായി സഹോദരങ്ങളെ ആ റബ്ബിലേക്ക് മടങ്ങിക്കോളും. റബ്ബ് സ്വീകരിക്കാൻ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ആ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇത് അപകടത്തിലേക്കുള്ള പോക്ക. അർത്ഥമറിയാതെ ചൊല്ലുന്ന, അർത്ഥമറിയാതെ പോയി കൊടുക്കുന്ന, അർത്ഥമറിയാതെ മുമ്പിൽ നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഗതികൾ നരകത്തിലേക്കുള്ള വഴിയാ, സംശയമില്ല. ഇനി കേട്ടോ, മടവൂരിനോട് പറയാണ്, അല്ലയോ മടവൂരെ, ഈ രോഗിയായ ദുർബലനായ അടിമയിതാ, അബ്ദുക്കൽ ആസി, അങ്ങയുടെ പാപിയായ അടിമയിതാ നിങ്ങളിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുകയാണ്. നമ്മുടെ പ്രതീക്ഷ ആരില്ല? മുഅ്മിനീങ്ങളെ, വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ദുആയിൽ ഇബ്രാഹിം നബിയിൽ പ്രതീക്ഷയാക്കി ഇറങ്ങിക്കോ, രോഗം വരൂലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എന്നാൽ നമുക്ക് ചൊല്ലാമായിരുന്നു. ഇസ്മായിൽ നബിയിൽ പ്രതീക്ഷയാക്കിക്കോന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ആരല്ല പ്രതീക്ഷ?
ബസ് കയറുക, വാഹനത്തിൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിൻ. അള്ളാഹിനോടല്ലേ? എന്ത് വന്നാലും അള്ളാഹിൻ്റെ പേരിലല്ലേ? ഇതാ രോഗം വന്നാ മടവൂര്, അസുഖം വന്നാ മടവൂര്. എന്നിട്ട് എന്താ പറയണത്? അലീൽ ദുർബലനായ രോഗിയായ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആരാണ്? അബ്ദുക അൽ ആസി, പാപിയായ നിങ്ങളുടെ അടിമയാണ് മടവൂരേ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേണ്ടി വരുമെന്ന്, വെറുതെ പറഞ്ഞു. ഞങ്ങൾ ഇതൊക്കെ ശരിക്കും വായിച്ചു നോക്കിയിട്ടാണ് പറയണത്. പക്ഷേ ഒരൊറ്റ ഉസ്താവുകൾക്ക് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരില്ല. ഇതേ പറയുള്ളൂ, അത് മദ്ഹാണ്, വഹാബികൾക്ക് മദ്ഹ് ഇഷ്ടമല്ല. ഇത് പുകഴ്ത്തലാണ്, അവർക്കത് ഇഷ്ടമല്ല. ഇത് ഔലിയാക്കളെ സ്നേഹിക്കലാണ്, വഹാബികൾക്ക് ഔലിയാക്കന്മാരെ സ്നേഹമല്ല. ഇത് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കലാണ് ഇന്ന് നടക്കുന്നത്. ഇതിൻ്റെ ബാക്കി കുറേ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇനിയും വരാം. നമുക്ക് ചുരുക്കി പറയാമെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഖുർആനിലേക്ക് വരിക, സുന്നത്തിലേക്ക് മടങ്ങുക. അതാണ് നമ്മുടെ ഹുദയുടെ മാർഗം, ഹിദായത്തിൻ്റെ മാർഗം. അതിലുള്ളത് തൗഹീദാണ്, അതിലുള്ളത് അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്, അതിലുള്ളത് അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദാണ്, അതിലുള്ളത് റബ്ബിനോടുള്ള തേട്ടമാണ്, അതിലുള്ളത് അള്ളാഹുവിനുള്ള തവക്കുലാണ്. അള്ളാഹു അല്ലാത്തവരോട്, അള്ളാഹു അല്ലാത്ത വ്യക്തികൾ, ശക്തികൾ, അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. പ്രാർത്ഥനയും ഇബാദത്തുമാകുന്ന എല്ലാം അള്ളാഹുവിലേക്ക് മാത്രം. പിന്നെ ദീനുമായി ബന്ധപ്പെട്ട് സ്വർഗം ആഗ്രഹിച്ച് ചെയ്യുന്ന എന്തൊരു കാര്യത്തിനും ഖുർആനിലും ഹദീസിലും തെളിവാണ്. അയാൾ ചെയ്തില്ലേ, ഇയാൾ ചെയ്തില്ലേ, ബാപ്പ ചെയ്തില്ലേ, വല്യാപ്പ ചെയ്തില്ലേ എന്നൊന്നും ന്യായീകരണങ്ങളില്ല. വല്യാപ്പാനെ പറ്റി എന്നോട് ചോദ്യമല്ല, എൻ്റെ വാപ്പാനെ പറ്റി എന്നോട് ചോദ്യമല്ല. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്ത്, അത് കഴിഞ്ഞു പോയൊരു തലമുറ. അവരുടെ കാര്യം റബ്ബിനറിയാം. റബ്ബ് അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന്. റബ്ബ് ഗഫാറാണ്. അറിവില്ലാത്ത ആളുകൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും. പക്ഷെ നമ്മൾ അറിഞ്ഞു പഠിച്ചു. അതുകൊണ്ട് ഇനി അവരങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരാൾ പറയാം, എൻ്റെ വാപ്പാക്ക് ലോട്ടറി കച്ചവടമായിരുന്നു, ഞാൻ ലോട്ടറി കച്ചവടം കൊണ്ട് പോവുക. ഒരാളെ വാപ്പ അറിവില്ലാഞ്ഞിട്ട് ബാറ് നടത്തിയിരുന്നു, ഞാനും വാപ്പ ബാറ് നടത്തിയിരുന്നു, ഞാനും ബാറ് നടത്തുക. വാപ്പ ചെയ്തത് നല്ല ദീനിൽ തെളിവ്. അതുകൊണ്ട് എന്ത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എല്ലാ മേഖലയിലും രാവിലെ മുതൽ ഇപ്പം നബിനെ സ്നേഹിക്കണ്ടെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. നബിനെ സ്നേഹിക്കണം. ആ നബിയെ സ്നേഹിക്കേണ്ട എങ്ങനെയാണ്? ഹദീസിൽ വന്നപ്പോൾ നബിനെ സുന്നത്തി പിൻപറ്റുക. അത് റബീഉൽ അവ്വൽ വരുമ്പോൾ 4 ഓട്ടം, അങ്ങോട്ട് കുറേ ജാതിയും, അവിടെ കുറേ ചോറും, എന്നാൽ അതിന് കുറേ വരിയും. എന്നാൽ സുബഹിസ്കരിക്കാൻ ആൾക്കാർ പള്ളിയിലുണ്ടോ? ഇല്ല. ജമാഅത്തിന് പള്ളിയിലേക്ക് വരാത്ത ആളുകളെ വീടോടെ കത്തിച്ച് കളയാനാണ് ഉദ്ദേശിച്ചു എന്നാ. ഇപ്പം ഞാൻ ചെയ്യാത്തത് എന്താ? അവിടെ ആ വീട്ടിൽ കുട്ടികളും സ്ത്രീകളുണ്ട്, അവർക്ക് വീട്ടുകാർ നിർബന്ധമില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യണില്ല. അത്രയ്ക്ക് ഗൗരവം പറഞ്ഞ സുബഹി ജമാഅത്ത് എത്ര പേര് പള്ളിയിൽ വരാറുണ്ട്? എത്ര പേര് കൃത്യമായി ജമാഅത്ത് നമസ്കരിക്കുന്നുണ്ട്? നെരിയാണിക്ക് താഴെ വസ്ത്രം പോയാൽ നരകത്തിലാണെന്ന് റസൂല് പറഞ്ഞിട്ട് നമ്മുടെ പാൻറ്റും തുണിയൊക്കെ നമ്മൾ എങ്ങനെ ധരിക്കാറുള്ളത്? അല്ലേ? നഹാ റസൂലുള്ളാഹിൽ ഖസഅ, നബി ഖസഅ നിരോധിച്ചു. എന്താ ഖസഅ? തലയുടെ നടുവിലെ മുടി നിർത്തി സൈഡ് ചുറ്റും വരണ്ടിക്കളയാ. ആ തോന്നിയാസല്ലേ ഇപ്പം എല്ലാ ചെറുപ്പക്കാരും കാണിക്കണത്? അള്ളാഹുവിൻ്റെ റസൂൽ എതിർത്ത പണി. എന്നിട്ട് ആ മുടിയും നെരിയാണിക്ക് താഴെയുള്ള പാനിട്ടിട്ട് മദീന എന്നൊരു രാജ്യത്ത് അന്തിയുറങ്ങും നേതാവേ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറഞ്ഞിട്ട് അങ്ങാടി കൂടെ 4 നടത്തം നടന്നാൽ നബി സ്നേഹം പൂർത്തിയായി എന്ന് കരുതിയോ? വേണ്ട. നബിൻ്റെ സുന്നത്തിനെ പിൻപറ്റിക്കോളി. നബി പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുക, ഖുർആൻ ഓതുക, സ്വലാത്ത് ചൊല്ലുക, പ്രാർത്ഥിക്കുക, സ്വതക്കകൾ വർദ്ധിപ്പിക്കുക, നമസ്കാരത്തിന് അപ്പുറം ഇപ്പുറമുള്ള സുന്നത്തുകളുണ്ട്, അതൊക്കെ നിർവഹിക്കുക. അതിന് റബീഉൽ അവ്വൽ 12 വേണ്ട, അതിന് ഒരാളെയും നേതൃത്വം വേണ്ട, അതിന് ഒരാൾക്ക് ചോദിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ദിവസവും 24 മണിക്കൂറും ചെയ്യേണ്ട കാര്യങ്ങളാ പ്രവാചകരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത്. അപ്പോൾ ആ നിലയ്ക്ക് നബിയെ സ്നേഹിക്കാം. ആ നിലയ്ക്ക് നമ്മൾ ഇപ്പം നബിനെ മദ്ഹ് പറയണത് നമ്മുടെ എതിരല്ല. ഖുർആൻ മദ്ഹ, ഖുർആനിൽ എത്ര ആയത്ത് നബിനെ പറ്റി പറഞ്ഞു? മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, നബി നിങ്ങളുടെ ആരുടെയും വാപ്പയല്ല, വലാകിൻ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലാണ്, വഖാതമൻ നബിയീൻ, അന്ത്യപ്രവാചകനാണ്. മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂലാണ്. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, ഇതൊക്കെ നബിൻ്റെ മദ്ഹുകളാണ്. എന്നാൽ അതിർന്ന് ഓതിക്കോളി. അത് നിങ്ങൾ കുടി കുത്തിരുന്ന് ഓതിയാൽ കിട്ടേണ്ടവർക്ക് ഇവിടെ ഒന്നും കിട്ടൂല. അതിന് മങ്കൂസായിട്ട് തന്നെ വരണം. അപ്പം ഇല്ലാത്ത മദ്ഹ് ഉണ്ടാക്കണം. ഞാൻ നിർത്തുകയാണ്. മങ്കൂസ് മൗലിദ് തുടങ്ങണതിന് നുണ കൊണ്ടാ. മങ്കൂസ് മൗലിദിൻ്റെ ഒന്നാമത്തെ വരി തന്നെ നുണയാ. സുബ്ഹാനല്ലദീ അത്ലഅ നൂറഹു ഫീ ശഹ്രി റബീഉൽ അവ്വലി വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ അവ്വലി ഖബ്ല ഖൽഖിൽ ആദം വസമ്മാഹു മുഹമ്മദ. ആദം നബിയെ ലോകത്തിൻ്റെ പടപ്പിൻ്റെ മുമ്പ് മുഹമ്മദ് നബിയുടെ പ്രകാശമുണ്ടാക്കിയ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കളവ്. അവിടുന്ന് കളവിൻ്റെ മാലപ്പടക്കാൻ മങ്കൂസ് മൗലിദ്. ഖുർആൻ എടുക്കി, അല്ലാഹ് അയച്ച ഖുർആൻ, ജിബ്രീൽ കൊണ്ടുവന്ന ഖുർആൻ, മുഹമ്മദ് നബി കണ്ട ഖുർആൻ, നബി പഠിപ്പിച്ച ഖുർആൻ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അല്ലാഹ് പഠിപ്പിച്ചു.
അത് സ്വഹാബികൾ കേട്ട ഖുർആൻ, അത് കേട്ട് ഓതി പഠിച്ച് അല്ലാഹ് സ്വർഗത്തിലേക്ക് സന്തോഷ വാർത്ത സ്വഹാബികൾക്ക് കൊടുത്ത ഖുർആൻ, താബിഉകൾ കേട്ട് പഠിച്ച ഖുർആൻ, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുകൾ കേട്ട് പഠിച്ച ഖുർആൻ, മുഫസ്സിറുകൾ കണ്ടുപഠിച്ച ഖുർആൻ. അവരാരും മങ്കൂസും കണ്ടിട്ടില്ല, കുത്തുബിയത്തും കണ്ടിട്ടില്ല, ജാലാലിയും കണ്ടിട്ടില്ല, അവരാരും റിഫാഉനാത്തിബും കണ്ടിട്ടില്ല, ഇതൊന്നും കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ കൊണ്ടുവന്ന അവരുടെ പൗരോഹിത്യത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആരെയും ചീത്ത പറയാനോ ആക്ഷേപിക്കാനൊന്നും അല്ല, പക്ഷെ ഉള്ളത് ഉണ്ട് എന്ന് പറയണ്ടേ, ഇതാണ് നടക്കണമെന്ന് പറയണ്ടേ, അതിൻ്റെ ഉള്ളിലുള്ളത് ഇന്നതാന്ന് പറയണ്ടേ, അതിന് ഞങ്ങളെ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം.